ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു 2 days സ്റ്റേക്കേഷന് പോവാണ്. എവിടെയാണെന്നറിയണ്ടേ? ചിക്ക്മംഗ്ലൂർ. ചിക്ക്മംഗ്ലൂർ ഇസ് എ ഹിൽ സ്റ്റേഷൻ ഇൻ വെസ്റ്റേൺ ഗാട്സ്. ഇത് മെയിനായിട്ട് കർണാടകത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോഫി പ്ലാന്റേഷൻസ്, ക്ലൈമറ്റ്, ഹിൽസ്, വാട്ടർഫോൾസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ മോർണിംഗ് ഒരു 5 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. നോസിയ പോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 2 hour ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്നു. അപ്പം എനിക്ക് സെറ്റായി. അപ്പം എനിക്ക് മനസ്സിലായത് നമുക്ക് നോസിയ ആ ഒരു ഫീല്, വൊമിറ്റിംഗ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്താൽ അത് നന്നായിട്ട് കുറയുന്ന പോലെ എനിക്ക് ഈ ട്രിപ്പിൽ നിന്ന് മനസ്സിലായി. ഇത് ഭയങ്കര കാര്യമായിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറിയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്ക്മംഗ്ലൂർ ടൗണിലെത്താൻ നല്ല ലേറ്റായി. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിറങ്ങിയ ഒരു ട്രിപ്പല്ല ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ എവിടെയാണ് ട്രിപ്പ് പോകണമെങ്കിലും നമ്മൾ ആദ്യം ഒരു സ്റ്റേ റെഡിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേ തപ്പി ഒരുപാട് സമയമെടുക്കും. ഒരു ഹോം സ്റ്റേ ആണ് എടുത്തത്. ഭയങ്കര ആർഭാടമുള്ള ഹോം സ്റ്റേ ഒന്നും ആയിരുന്നില്ല. കാരണം നമ്മളെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. എന്നിട്ട് നമ്മൾ പോയത് ഹിരക്കൊല്ലാലെ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് യൂഷ്വലായിട്ട് കാണുന്ന ഒരു ലേക്ക് പാർക്കാണ്. പക്ഷേ നമ്മൾ ഈവനിങ് വാക്കിനും സൺസെറ്റ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇതിങ്ങനെ വളർന്നു വരുന്ന ഒരു കൈൻഡ് ഓഫ് ലേക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ ഒരുപാട് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേക്കാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാണുമ്പം വിനോദയാത്ര മൂവിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മഹാത്മാഗാന്ധി പാർക്കിലേക്കാണ് പോയത്. കാര്യമായിട്ടൊന്നുമില്ല, ഇത് മെയിനായിട്ടൊരു കുട്ടികൾക്കുള്ള ഒരു പാർക്ക് പോലെയാണ്. ഇങ്ങനെ ട്രെയിൻ, പിന്നെ കുറേ അരയന്നങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടാവും. അവരൊരു മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റിൻ്റെ ഒരു ഡാൻസ് പോലെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടറ്റോ വെജ്ജസൊക്കെ കഴിച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ആണ് നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഇവിടെ പോകാൻ ഇഷ്ടമുള്ളവരോട് പറയാനുള്ളത്, നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് മുല്ലായനഗിരി ബേട്ട പീക്ക് എന്ന് പറഞ്ഞൊരു ഹില്ലാണ്. അപ്പോൾ ആ പീക്ക് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു പാസ് എടുക്കണം. അപ്പം നമ്മൾ മാക്സിമം ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാസ് എടുത്ത് വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിന്ന് നമുക്ക് പാസ്സൊക്കെ കിട്ടാൻ ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പം ഒരു വ്യൂസും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓൾറെഡി പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഈ പാസ് എടുക്കാത്തവർ കുറേ പേര് തിരിച്ചു പോണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് എണീറ്റപ്പോഴുള്ള അവസ്ഥയാണ്. ഫുള്ള് മേഘം മറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത്. ഫസ്റ്റ് ഡേ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഡേ എന്ന് പറയുന്നതായിരുന്നു ശരിക്കും ഈ ട്രിപ്പിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. ഈ ഒരു മുല്ലായനഗിരി എന്ന് പറയുന്ന സ്ഥലം ഇറ്റ് വാസ് വർത്ത്. എനിക്ക് പൊതുവേ ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ കയറുമ്പോൾ ഭയങ്കര ടെൻഷനാവും ഇറങ്ങേണ്ടത് ആലോചിച്ചിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് വരെ നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീപ്പിൽ പോകണം. പിന്നെ ഇവരൊരു ജീപ്പിന് 800 രൂപയാണ് എടുക്കുന്നത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ജീപ്പിൽ പോയി. ജീപ്പ് മാത്രമേ ഇതിനകത്ത് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ട് നമുക്കൊരു 1 കിലോമീറ്റർ എങ്ങാണ്ട് മുകളിലേക്ക് നടക്കണം, സ്റ്റെപ്പ് കയറണം. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. ഞാൻ കുറച്ചൊരു പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും എനിക്കൊരു പാനിക് അറ്റാക്ക് പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി, മറിഞ്ഞ് വീഴുമോ, ഇനി താഴേക്ക് എങ്ങനെ ഇറങ്ങും എന്നൊക്കെ. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള ആ സീൻ, ഇറ്റ് വാസ് ലൈക്ക് ഹെവൻ എന്നൊക്കെ പറയില്ലേ ഗൈസ്. എനിക്ക് വല്ലാത്തൊരു സന്തോഷവും മനസ്സിന് സങ്കടവും ആകെ എന്തോരവസ്ഥയായിരുന്നു. ഫുള്ള് അതായത് മേഘം നമ്മളെ തൊട്ട് പോണ ആ ഒരു ഫീല്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ മുകളിൽ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും മേഘം കൊണ്ട് ഫുള്ള് മറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് താഴെ ഇറങ്ങേണ്ട വഴി പോലും കാണുന്നുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞപ്പോൾ പയ്യെ നമുക്ക് ഇത് ക്ലിയറായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്നോ ബെഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ താഴെ എത്തി. അപ്പോഴേക്കും നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ജാരി ഫോൾസ് ആയിരുന്നു. ജാരി ഫോൾസിലേക്ക് മുല്ലായനഗിരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അവിടത്തേക്കും നമ്മളെ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പിൽ വേണം പോവാൻ. നിങ്ങൾ കുടജാദ്രയൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സെയിം ആയിരുന്നു ഇവിടെയും. എൻ്റെ അനിയനിട്ട വെള്ള പാൻറ്റൊക്കെ തിരിച്ച് വരുമ്പോഴേക്ക് നല്ല കാപ്പി കളറായിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണാനുണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് ഫോൾസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെമ്പിളിലേക്ക് വരാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഇത് നോർത്ത് ഇന്ത്യൻ മീൽസ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത് ഉച്ചയാകുമ്പോഴേക്ക്. പിന്നെ നമ്മളൊരു 2 o'clock ആയപ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബേളൂർ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് ടെമ്പിളാണിത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഹൊയ്സാല ഡൈനാസ്റ്റി എന്ന് പറഞ്ഞവരാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ പോയ ദിവസം കുറച്ചുകൂടി ക്രൗഡഡ് ആയിരുന്നു. ഈ സ്കൂൾ സ്റ്റുഡൻസൊക്കെ ടൂർ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്രൗഡഡ് അല്ലെങ്കിൽ നന്നായിട്ട് നമുക്കിങ്ങനെ പീസ്ഫുള്ളായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല തണുപ്പും മൊത്തത്തിൽ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം നിറയെ ആമകളായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്ഥലം വന്നിട്ട്. ഭയങ്കര ഒരു കുഞ്ഞു ട്രിപ്പാണ്. നമ്മൾ നല്ലോണം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ 4 പേരും ഒരുമിച്ചാണ്. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഗൈസ് ഒരു കൊച്ചു സ്റ്റേക്കേഷൻ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് സ്റ്റേക്കേഷൻ പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.